യെസ്, പ്രധാനമന്ത്രിയുടെ പ്രതികരണം വരുന്നുണ്ട്. ഭീകരപ്രവർത്തനങ്ങളെ ഒരു തരത്തിലും അംഗീകരിക്കില്ല, വിട്ടുവീഴ്ചയില്ലാത്ത മറുപടി ഉണ്ടാകും എന്ന് അദ്ദേഹം പറയുന്നു. ഗൂഢമായ തന്ത്രങ്ങൾ മെനഞ്ഞവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക തന്നെ ചെയ്യും. പിന്നിൽ പ്രവർത്തിച്ചവർ ആരായാലും അതുണ്ടാകും എന്ന് നരേന്ദ്രമോദി പ്രതികരിച്ചു. आज मैं यहाँ बहुत भारी मन से आया हूँ। कल शाम दिल्ली में हुई भयावह घटना ने सभी के मन को व्यथित कर दिया है। मैं पीड़ित परिवारों का दुख समझता हूँ। आज पूरा देश उनके साथ खड़ा है। मैं कल रात भर इस घटना की जांच में जुटी सभी एजेंसियों के साथ, सभी महत्वपूर्ण लोगों के साथ संपर्क में था। विचार विमर्श चलता था, जानकारियों के तार जोड़े जा रहे थे। हमारी एजेंसियां इस षड्यंत्र की तह तक जाएगी। इसके पीछे के षड्यंत्रकारियों को बख्शा नहीं जाएगा। ഐസൻ ജോസ് ഒപ്പം ചേരുന്നുണ്ട്. ഐസൻ, ഈ പെഹൽഗാമിൽ ഭീകരാക്രമണം നടന്നപ്പോൾ അതിന് പിന്നാലെ ഭാരതത്തിൽ നടന്ന ഇതുപോലൊരു പൊതുയോഗത്തെ അഭിസംബോധന ചെയ്യുന്ന സമയത്താണ് പ്രധാനമന്ത്രി ഭീകരർ എവിടെ പോയി ഒളിച്ചാലും പിന്നാലെ വന്ന് അവസാനിപ്പിക്കും എന്ന് ഉറക്കെ പറഞ്ഞത്. ഇതിപ്പോൾ അദ്ദേഹം ഭൂട്ടാനിലാണ്. എങ്കിലും ഭീകരതയ്ക്കെതിരെ കൃത്യമായി പറഞ്ഞു വയ്ക്കുന്നു. ആരാണോ പിന്നിൽ പ്രവർത്തിച്ചത് അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും എന്ന് ആവർത്തിച്ച് പറയുന്നു. മോദി പറഞ്ഞത് എന്തൊക്കെ? തീർച്ചയായും കൃഷ്ണരാജ്, മോദി അല്പസമയം മുമ്പ് പറഞ്ഞത്, ഭൂട്ടാനിൽ വെച്ച ഒരു പൊതുപരിപാടിയിൽ പറഞ്ഞത് വളരെ കൃത്യമായി അദ്ദേഹം സൂചിപ്പിക്കുക തന്നെയായിരുന്നു. അതായത് ഏത് രീതിയിലുള്ള ഭീകരാക്രമണം നടന്നാലും ആ ഭീകരാക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെയും അതിന് കൂട്ടുനിന്നവരെയും എല്ലാവരെയും തന്നെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് കർശന നടപടികൾക്ക് വിധേയമാക്കുമെന്ന് അസന്നിഗ്ധമായി അദ്ദേഹം പറയുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല, ഇന്നലെ നടന്ന ഈ സംഭവങ്ങളെ തുടർന്ന്, അതായത് ഇന്നലെ വൈകുന്നേരത്തോടെ നടന്ന ഈ സ്ഫോടനത്തെ തുടർന്ന് ബന്ധപ്പെട്ട ഏജൻസികളുടെ നേതൃത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വിവരങ്ങൾ ഓരോ മണിക്കൂറിലും അന്വേഷിക്കുന്നു, അല്ലെങ്കിൽ വിശദാംശങ്ങൾ തേടിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, ഈ കൊല്ലപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളുടെ ദുഃഖം തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട്. ആ ദുഃഖം തിരിച്ചറിയാൻ സാധിക്കുന്നു, അവരോട് അനുശോചനം അറിയിക്കുന്നു. കേവലം അനുശോചനം മാത്രമല്ല, ആ ദുഃഖം തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഒരു നടപടി തന്നെ തങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന ഉറപ്പും പ്രധാനമന്ത്രി നൽകുകയും ചെയ്യുന്നുണ്ട്. തീർച്ചയായും നമുക്കറിയാവുന്നതാണ്, ഇതുപോലെ ഒരു പഹൽഗാം ആക്രമണത്തിന് പിന്നാലെ ഇതുപോലൊരു പൊതുവേദിയിൽ തന്നെയാണ് ഒരു തിരിച്ചടി ഉണ്ടാകുമെന്ന് വിട്ടുവീഴ്ചയില്ലാത്ത രീതിയിൽ, അർത്ഥശങ്കയില്ലാത്ത വിധം പ്രധാനമന്ത്രി പ്രഖ്യാപിക്കുകയും ചെയ്തത്. ആ പ്രഖ്യാപനത്തിൻ്റെ തുടർച്ചയായാണ് ഇപ്പോൾ ഇപ്പോഴത്തെ തുടർച്ചയായി തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സ്വാഭാവികമായും കടുത്ത നടപടികൾ ഭാരതത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന ഒരു നീക്കം അല്ലെങ്കിൽ ഒരു നിലപാട് തന്നെയാണ് പ്രധാനമന്ത്രി ഭാരതത്തോടും ലോകത്തോടും വിളിച്ചു പറഞ്ഞിരിക്കുന്നത്. കൃഷ്ണരാജ്. യെസ്, ഐസൻ ആണ് വിവരം നൽകിയത്. ഭീകരതയ്ക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുമായി മുന്നോട്ടെന്ന് പ്രഖ്യാപിക്കുന്നു വീണ്ടും പ്രധാനമന്ത്രി.